അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോടേക്ക് ഒന്ന് പോവാം. കോഴിക്കോട് നിന്നും അനീഷ് കുമാർ നമ്മളുമായി ചേരുന്നുണ്ട്. അനീഷ്, താമരശ്ശേരി ചുരത്തില് നിയന്ത്രണമുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പോകുന്ന വഴികളിലൊക്കെ കല്ലും മണ്ണും വീണ് യാത്ര ദുഷ്കരമാവുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചോ? കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ വടക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്കുള്ള പ്രവചനം ഉണ്ടോ എങ്കിൽ പോലും ശക്തമായ മഴ എന്ന രീതിയിലുള്ള മഴ പെയ്ത്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ മഴ കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഭയങ്കരമായ വെള്ളക്കെട്ടാണ്. ആളുകളൊക്കെ വെള്ളത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം താമരശ്ശേരി ചുരത്തില് നിയന്ത്രണം ഉണ്ടായതായിട്ട് അറിയാൻ സാധിച്ചു. റോഡില് കല്ലും മണ്ണും ഒക്കെ വീണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് വിലങ്ങാടും വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നും അനീഷ് നമ്മളുമായി ചേരുന്നു. തീർച്ചയായും ആ മഴയ്ക്ക് വലിയ മഴപ്പെയ്ത്തിനൊരു ശമനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. കഴിഞ്ഞ 2 ദിവസം കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വലിയ തോതിൽ അതിതീവ്രമായ മഴ തന്നെ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിനൊരു ശമനം ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പോൾ കോഴിക്കോട് പാലാഴി ഭാഗത്താണ്. അവിടെ ഇപ്പോൾ താരതമ്യേന നഗരപ്രദേശമായ ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ചേട്ടാ, എങ്ങനെ അങ്ങോട്ട് ഭയങ്കര വെള്ളമാണ്? അവിടെ അത്തരമായ വെള്ളം ഇങ്ങനെ മഴ പെയ്താൽ അങ്ങനെ വരുന്നേ. അതിനെന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇവിടെ മഴ പെയ്താൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ കൂടുതൽ മഴയാ, അതാണ് ഇങ്ങനെ വരാൻ കാരണം. വെള്ളക്കെട്ടുണ്ട് ഇവിടെ, വെള്ളക്കെട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഓവില്ല, സൈഡിൽ കൂടി ഒന്നും ഓവില്ല. ഓവും കൂടി വന്നാൽ എന്തെങ്കിലും സംവിധാനം നല്ലതായിരുന്നു. സൈഡിൽ കൂടി 2 ഭാഗത്തുകൂടി ഓവ് വരികയാണെങ്കിൽ കുറെ വെള്ളമൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. സ്ഥിരം ഇവിടെ വെള്ളക്കെട്ടാണ് അല്ലേ? അന്നത്തിന് ശേഷം ഇതുവരെ ഇങ്ങനെ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഡ്രെയിനേജിന്റെ വിഷയമൊന്നുമല്ല. അപ്പോൾ പുഴയിൽ വെള്ളം കൂടിയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ കോവൂര് ചേവാരി കോവൂരുള്ള വെള്ളം ഫുള്ള് ഇപ്പം ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. ആദ്യമൊന്നും ഇത്ര കാലം ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 18-ലും 19-ലുള്ള പ്രളയത്തിന് ശേഷം പിന്നെ അത് ഇങ്ങനെ വെള്ളം ഉണ്ടായില്ല. 18-ന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ശേഷം ഇപ്പോഴാണ് വെള്ളം ഉണ്ടാവുക. അത് ഒന്നാമത് എവിടെയാ എന്ന് വെച്ചാൽ നമ്മളെ കോവൂര് ചേവാര് ഭാഗത്തു നിന്നുള്ള വെള്ളം ഫുള്ളും ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും ഒരു തടസ്സമില്ലാതെ നേരിട്ട് ഇങ്ങോട്ട് പോരാ. അതാണ് ഇത്രയും ഇവിടെ ബുദ്ധിമുട്ട്. പിന്നെ പറഞ്ഞാൽ ഡ്രെയിനേജിന്റെ ആ ഒരു വിഷയം ഇവിടെ എന്തായാലും ഉണ്ടല്ലോ. വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാറുകളൊക്കെ വരും. തീരെ ചെറിയ വാഹനങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. സൈക്കിളിലും ബൈക്കുകളിലുമൊക്കെ ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഈ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നാണ് ഈ പാലാഴി ഭാഗം. ഇതിനടുത്ത് തന്നെയാണ് ULCCയുടെ സൈബർ പാർക്ക് ഉള്ളത്. ഈ സൈബർ പാർക്കിലെ ജോലിക്കാരുമൊക്കെയായി ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരിടം. ഒരുപക്ഷെ നഗരത്തിലെ ഏറ്റവും അധികം ആളുകൾ ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാലാഴി ഭാഗത്താണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ കടകളിലും മറ്റുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ ഒരു അപകടത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ ഒരു നാശനഷ്ടത്തിലേക്കോ മാറിയിട്ടില്ല എന്നതാണ് ആശ്വാസം പകരുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നോക്കിയാൽ ഏതാണ്ട് 35ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും വിലങ്ങാട് ഭാഗം, ഒപ്പം താമരശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ്. ഇന്നലെ താമരശ്ശേരി ഈങ്ങാപ്പുഴയിലും മറ്റുമൊക്കെ വലിയ വെള്ളക്കെട്ടായിരുന്നു. അവിടെ ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിലെ ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മഴ ഒന്ന് ശമിച്ചതോടുകൂടിയാണ് ദേശീയപാതയിൽ വെള്ളം ഇറങ്ങുകയും വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വയനാട് റൂട്ടിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി താറുമാറായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഒപ്പം ഈ താമരശ്ശേരി ചുരത്തിലും വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ ചുരത്തിലേക്കുള്ള മണ്ണിടിച്ചിലിനും ഈ മരങ്ങളും മറ്റും റോഡിലേക്ക് കടപുഴകി വീഴുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ ഭാരവാഹനങ്ങളുടെ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളുടെയൊക്കെ അടക്കമുള്ള യാത്ര പൂർണ്ണമായി നിരോധിച്ചിരുന്നു. അവശ്യ
സർവീസുകൾക്കും KSRTC ബസ്സുകൾ പോലുള്ളവയ്ക്കും മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ചുരത്തിലെ മഴ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാര്യമായി ഉണ്ടാവുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നിയന്ത്രണങ്ങളുണ്ട്. അനാവശ്യ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ ചുരത്തിലും മറ്റുമൊക്കെ കാഴ്ചകൾ കാണാൻ പോകുന്നവരൊക്കെ പൂർണ്ണമായും അത്തരം യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര ഹൈവേയിൽ 28-ാം മൈൽ മുതൽ തലയാട് വരെയുള്ള മേഖലകളിലെ ഗതാഗത നിയന്ത്രണം കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ പലയിടങ്ങളിലും വഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ഒപ്പം മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഓറഞ്ച് അലേർട്ടിലേക്ക് കാര്യങ്ങൾ ഇന്ന് രാവിലെ നീണ്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ മഴ സമൃദ്ധമായി തന്നെ തുടർന്നാൽ അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്ന രീതിയിൽ തന്നെ പെയ്താൽ ഉടൻ കക്കയം ഡാം തുറക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പൂനൂർ പുഴ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ഒരു ജലനിരപ്പ് വരും. അങ്ങനെയെങ്കിൽ ആ മേഖലകളിലുള്ള തീരപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളിൽ വെള്ളം കയറുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒപ്പം ഏറ്റവും ആശങ്ക ഉയർത്തിയത് ഇന്നലെ വിലങ്ങാട് ഭാഗത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കമായിരുന്നു. വിലങ്ങാടിന് സമീപമുള്ള കാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന ചില സംശയങ്ങൾ നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. വലിയ മലവെള്ളപ്പാച്ചിലാണ് ഈ വിലങ്ങാട് ടൗണിലെ 2 പാലങ്ങളിൽ അനുഭവപ്പെട്ടത്. കഴിഞ്ഞ തവണ ഈ ഉരുൾപൊട്ടലുണ്ടായി ഒരാൾ മരിക്കുകയും ഒരുപാട് വീടുകൾ നശിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അത് ഈ വഴിയിലേക്ക് മറ്റും പ്രകടമാവുകയും ചെയ്തിരുന്നു. വലിയ ചെളിയും മണ്ണും ഒക്കെ കലർന്ന വെള്ളമാണ് ഇന്നലെ കുതിച്ചെത്തിയത്. പക്ഷേ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഉണ്ടായില്ല. രാത്രിയിൽ മഴ ശമിക്കുകയും ആ വെള്ളക്കെട്ടിന് ഒരു വലിയ പരിഹാരം അല്ലെങ്കിൽ ഒരു പ്രളയ സമാനമായ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നതിനൊരു ചെറിയ ശമനവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിലങ്ങാട് മേഖലയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. കാപ്പാട് നിന്നും അതീവ ദുഃഖകരമായ ഒരു വാർത്തയും വന്നിരുന്നു. ഒരു 2.5 വയസ്സുള്ള കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കൻ ജില്ലകളിലുമൊക്കെ അതീവമായ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. അവിടെ എത്രത്തോളമാണ് രക്ഷാപ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നത്? നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് കാപ്പാട് ഭാഗത്ത് കുട്ടിക്ക് 2 വയസ്സുള്ള കുട്ടിക്ക് ദാരുണമായ മരണമുണ്ടായിരിക്കുന്നത്. വീട്ടുമുറ്റത്തെ വെള്ളക്കെട്ടിലേക്ക് ആ കുട്ടി വീഴുകയായിരുന്നു. തുടർന്ന് സമീപത്ത് തന്നെ ഒരു ക്ലിനിക്കിലും പിന്നീട് കുറച്ചുകൂടി വിപുലമായ സൗകര്യമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. വെന്റിലേറ്ററിലടക്കം പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതൊരു വലിയ ഒരു അപകടമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചെറിയ കുട്ടി ആയിരുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ പറ്റാതെ പോയപ്പോഴാണ് ആ കുട്ടി താഴേക്ക് എത്തുകയും അതിന് മരണം സംഭവിക്കുകയും ചെയ്ത്. എന്തായാലും അത് ഒഴിവാക്കിയാൽ അത് തികച്ചും യാദൃച്ഛികമായി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വന്ന അപകടമെന്ന രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ അത്ര വലിയ ഒരു ഭീകര വെള്ളക്കെട്ടെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ആ കുട്ടി അപകടത്തിൽ പെട്ടതാണ് മരണത്തിന് കാരണമായി മാറിയത്. അത് ഒഴിവാക്കിയാൽ ഈ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കോഴിക്കോട് അത്ര കാര്യമായ ഒരു നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആൾനാശം മറ്റ് വസ്തുവകളുടെ നാശമൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ മഴയ്ക്കൊരു ശമനം അല്ലെങ്കിൽ ആ വലിയ തോരാ മഴ എന്ന രീതിയിലുള്ള മഴയ്ക്കൊരു ശമനമുണ്ട്. ഇന്നലെയും കാര്യമായി തന്നെ മഴ ഉണ്ടായെങ്കിലും മറ്റ് തെക്കൻ ജില്ലകളിലെ പോലെ അല്ലെങ്കിൽ മധ്യ പോലെയുള്ളൊരു വലിയ ഒരു നാശനഷ്ടമൊന്നും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ആളുകൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ മഴയുടെ കെടുതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് വലിയ ഒരു ജനവാസ മേഖലയാണ് പാലാഴി. അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ULCC സൈബർ പാർക്കിലൊക്കെ അടക്കം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. രാവിലെ ഇന്നലെയും വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വെള്ളക്കെട്ടിൻ്റെ ഒരു അവസ്ഥ കുറച്ചുകൂടി കടുക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. പ്രവൃത്തി സമയം ആവുന്നതേ ഉള്ളൂ. ഓഫീസുകളും മറ്റുമൊക്കെ പ്രവർത്തിച്ച് തുടങ്ങുന്ന ഒരു സമയമാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരും സമയങ്ങളിൽ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ശരി, അനീഷാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.